ഹംസദൂതിന് വേണ്ടിയുള്ള വിളിയാണല്ലോ. എന്താ ചേട്ടാ ഈ നേരത്ത്? പഠിക്കാവല്ലേ. ഈ നേരത്തെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. അത് സാരമില്ല ചേട്ടാ. സാരമില്ലെന്ന് പറയല്ലേ, പഠിപ്പ് പ്രധാനം തന്നെയാ. എന്റെ പഠിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ലല്ലോ ഇപ്പൊ വിളിച്ചത്. ചേച്ചിയുമായി സംസാരിക്കണോ അല്ലേ? അതെ ഗോപിക, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചേച്ചി, ദേ ഹരിച്ചേട്ടൻ വിളിക്കുന്നു. ഇപ്പൊ തന്നെ അനുസരെ കൊണ്ട് വിളിപ്പിച്ചതേ ഉള്ളൂ. കാത് നിറച്ചു കൊടുത്തതാ ഞാൻ. അതുപോരാഞ്ഞിട്ടാവും ഇപ്പൊ നിന്നെ വിളിച്ചത്. കൊടുത്തേക്കാം. അയ്യോ ചേച്ചി, ചേട്ടനോടുള്ള ദേഷ്യത്തെ എന്റെ ഫോൺ അറിഞ്ഞ് ഉടയ്ക്കല്ലേ. ഇനി ഇവിടെ നിന്ന ഉറപ്പായി ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിക്കും. പേടിയുണ്ടെങ്കിലേ ഇതും കൊണ്ട് പൊക്കോ. The customer you have called is totally out of mind. നിങ്ങൾ ഇപ്പോൾ വിളിച്ച സബ്സ്ക്രൈബർ താൽക്കാലികമായി കട്ടക്കലിപ്പിലാണ്. അപ്രതീക്ഷിത ഒരു കോള് വരുന്നു. സാക്ഷാൽ ആതിരാണല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. ആ പറ ആതിരെ. എന്താ നിങ്ങളുടെ മനസ്സിലെ വിചാരം? ഒരു വിചാരമില്ല ആതിരെ. എന്റെ മനസ്സ് ശൂന്യാകാശം പോലെ ശുദ്ധ ശൂന്യ. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയോ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. ആതിരയ്ക്ക് മനസ്സിലാവില്ലെന്ന് കരുതാൻ മാത്രം അത്രയ്ക്ക് ബുദ്ധൂസാണോ ഞാൻ? ആദ്യം അനുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നു, പിന്നെ ഗോപികയെ വിളിക്കുന്നു. അതൊക്കെ എന്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ ക്ഷമിച്ചിട്ടില്ല. എന്റെ അച്ഛനെ അപമാനിച്ച കാര്യം മറന്നിട്ടുമില്ല. ആതിരയുടെ അച്ഛന്റെ കാല് പിടിച്ചല്ലോ ഞാൻ. അങ്കിൾ എന്നോട് ക്ഷമിച്ചല്ലോ. അച്ഛൻ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞോ? ഈ ശൂന്യ മനസ്സിൽ അത് പതിഞ്ഞില്ലല്ലോ ആതിരെ. എന്നാ ഇപ്പൊ അതങ്ങ് പതിഞ്ഞോട്ടെ. കല്ലിൽ കൊത്തി വെച്ചതുപോലെ അതവിടെ കിടക്കട്ടെ.